പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പ്രായമായതല്ല ദേവ, അവർ പറഞ്ഞോട്ടെ, നമ്മൾ തിരിച്ചു പറഞ്ഞാൽ പോരെ. മിത്രയുടെ മുഖത്തെ വിഷമം മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും മിത്രയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. അതെ, ചായ ചൂടാറും മുമ്പ് നീ വേഗം കൊണ്ടുകിടക്ക്. ഡേവിഡ് ചായ ഗ്ലാസ് എടുത്ത് മിത്രയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തതും പറഞ്ഞ് പലഹാരം നിറച്ച പാത്രവും എടുത്ത് അവളുടെ കൂടെ പോയി. ദാമേ, ഞാനിട്ട് ചായ കുടിച്ചു നോക്ക്. മിത്ര കയ്യിലെ ചായ ഗ്ലാസ് മോഹിനിക്കര നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവർ ആശ്ചര്യത്തിൽ മിത്രയെ നോക്കി ചായ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തതും അവളുടെ മുഖം വിടർന്നു. വീട്ടിലായിരുന്നപ്പോൾ കിച്ചന്റെ പരിസരത്തേക്ക് പോലും വരില്ലായിരുന്നു. ഇപ്പൊ എല്ലാം പഠിച്ചല്ലോ, നല്ല കാര്യം. പിന്നെ ചായ കൊള്ളാട്ടോ. മോഹിനി മിത്രയെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു. നീ എന്താ മോഹിനി ഈ പറയുന്നത്? ഇവിടെ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല, ഇവിടുത്തെ പണി ചെയ്യാൻ. മോഹിനി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പാട്ടി പറഞ്ഞു. അമ്മ എന്തൊക്കെയായി പറയുന്നത്? വീട്ടു ജോലി ചെയ്യുന്ന അത്ര മോശമുള്ള കാര്യമല്ല, ഇതെല്ലാവരും ചെയ്യുന്നതാ. മോഹിനി പറഞ്ഞത് കേട്ടതും പാട്ടിയുടെ മുഖം ഇരുണ്ടു. എൻ്റെ പാട്ടി, എനിക്കിവിടെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഉള്ള ജോലികൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ചെയ്യാറ്. മിത്ര പാട്ടിയുടെ അടുത്ത് വന്നിരുന്ന് അവിടെ കൈ പിടിച്ച് ചിരിയോടെ പറഞ്ഞതും അവരൊന്ന് മൂളി. കുറച്ച് കഴിഞ്ഞത് ഡേവിഡ് വിവരം അറിയിച്ചതിനെ തുറന്ന് ഐസക്കും അവിടേക്ക് എത്തിയിരുന്നു. ഐസക്കിന് പാട്ടിയുടെ സ്വഭാവം ഇഷ്ടമായില്ലെങ്കിലും അത് പുറമെ കാണിക്കാതെ ഭവ്യതയോടെ ഇരുന്നു. ഇവൾക്ക് അന്ന് വ്യാസ് എന്ന പയ്യനെ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തതാ. പക്ഷേ ആരും ചെവി കൊണ്ടില്ല. അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നാണെങ്കിൽ വാസുദേവൻ എടുത്തു ചാടി ആപത്ത് ചെയ്തു. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പെൺകുച്ചി ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കൊമ്പത്തുള്ള ആലോചനകൾ വരെ ഇവൾക്ക് വന്നതാ. പക്ഷേ ഇവൾക്ക് യോഗല്ല, അത്ര തന്നെ. പാട്ടിയുടെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം കേട്ടതും മിത്ര ഡേവിഡിന്റെ കയ്യിൽ മുറുകെ പിടിച്ചതും അവളുടെ മനസ്സിലെ പിരിമുറുക്കം മനസ്സിലായതുപോലെ അവളെ ചേർത്ത് പിടിച്ചു. അവൻ കുഞ്ഞുട്ടിനതൊക്കെ കേട്ട് പിറഞ്ഞു കയറുന്നുണ്ടെങ്കിലും പ്രായത്തിന് മൂത്തതായത് കൊണ്ട് മിണ്ടാതെ ദേഷ്യം അടക്കിയിരുന്നു. മിത്രയുടെ അമ്മക്കും പാട്ടിയുടെ സംസാരം അരോചകമായി തോന്നിയെങ്കിലും താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് മോഹിനി മിണ്ടാതിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഇവൾ ഞങ്ങളുടെ കൂടെ വരട്ടെ, കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? പാട്ടി ഐസക്കിനെയും ഡേവിഡിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. കൊച്ചിന്റെ തീരുമാനം എന്താണോ അതുപോലെ. ഐസക് മിത്രയെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവള് ഞങ്ങളുടെ കൂടെ വരും അല്ലേ മോളെ? പാട്ടിയുടെ ചോദ്യം കേട്ടതും മിത്ര മുഖം ഉയർത്തി അവരെ നോക്കി. പാട്ടി എന്നോട് ക്ഷമിക്കണം, ഞാൻ വരില്ല. വരില്ലെന്നോ? അതെന്താ? നീ ഞങ്ങളുടെ കൂടെ വരണം. കുറച്ച് ദിവസം താമസിച്ചിട്ട് തിരികെ പോന്നൂടെ? മിത്ര പറഞ്ഞത് കേട്ട് ഉള്ളിലെ ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് പാട്ടി ചോദിച്ചു. ഞാൻ വരുന്നില്ല, അത്ര തന്നെ. ഇനി ഒരിക്കലും ആ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ അന്ന് ആ പടികൾ ഇറങ്ങിയത്. അമ്മ, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ നിർബന്ധിക്കണ്ട, നമുക്ക് ഇറങ്ങാം. ഇപ്പൊ തന്നെ വൈകി. എന്തോ പറയാൻ വന്ന പാട്ടിയെ തടഞ്ഞുകൊണ്ട് മോഹിനി പറഞ്ഞു. ആ, നിന്റെ തീരുമാനം അതാണെങ്കിൽ ശരി, ഞങ്ങൾ ഇറങ്ങാം. അതും പറഞ്ഞ് പാട്ടി ഉമ്മറത്തേക്ക് നടന്നു. അമ്മ അങ്ങനെയാണ്, ആരോട് എന്താ സംസാരിക്കേണ്ടതെന്നോ അറിയില്ല, ഒന്നും കരുതരുതേ. ഇറങ്ങാൻ നേരം പാട്ടി മുന്നേ പോയതും മോഹിനി ഐസക്കിനോടായി പറഞ്ഞു. ഏയ്, ഞങ്ങളതൊക്കെ അപ്പോഴേ വിട്ടു. ഐസക്ക് ചിരിയോടെ പറഞ്ഞതും അവർ ആശ്വാസത്തോടെ മിത്രയുടെ കയ്യിൽ പിടിച്ച് മുറ്റത്തേക്ക് നടന്നു. മിത്ര, ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഈ ബന്ധം നമുക്ക് ചേരില്ല. ഒരു കാലിത്തൊഴുത്ത് പോലുള്ള ഈ വീട്ടില് എങ്ങനെയാ ജീവിക്കുക? സായി, അവനിപ്പോഴും നിന്നെ ഇഷ്ട. നീ ഈ ബന്ധം ഒഴിവാക്കി വന്ന അവൻ നിന്നൊരു രാജകുമാരിയെ പോലെ നോക്കിക്കൊള്ളും. പാട്ടി കാറിൽ കയറുന്നതിന് മുമ്പായി മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് ഇഷ്ടപ്പെടാതെ എന്തോ പറയാൻ വന്ന മോഹിനിയെ മിത്ര കണ്ണുകൾ കൊണ്ട് വേണ്ടെന്ന് വിലക്കി. കാലിത്തൊഴുത്താണെങ്കിലും എനിക്കിവിടെ സ്വർഗാണ് പാട്ടി. എൻ്റെ മരണം വരെ എനിക്ക് ഈ ബന്ധം തന്നെ മതി. അതുകൊണ്ട് പാട്ടി നിന്ന് സമയം കളയാതെ പോകാൻ നോക്ക്. മിത്ര ചിരിയോടെ പറഞ്ഞതും പാട്ടിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. പാട്ടി ദേഷ്യത്തിൽ പറഞ്ഞ് കാറിലേക്ക് കയറി. അമ്മ പറഞ്ഞൊന്നും എൻ്റെ മോള് കാര്യമാക്കണ്ടട്ടോ. നിന്നെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇങ്ങനെയൊക്കെ പറയുന്നത് കരുതിയില്ല. മോഹിനി മിത്രയെ ചേർത്ത് പിടിച്ച് വിഷമത്തോടെ പറഞ്ഞു. സാരല്ലമ്മേ, പാട്ടിയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ. അമ്മ പോട്ടെ, സന്തോഷത്തോടെ ഇരിക്കണം. മിത്രയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ച് യാത്ര പറഞ്ഞു പോയതും മിത്ര ചിരിയോടെ മോഹിനിക്ക് നേരെ കൈവീശി കാണിച്ചുള്ളിലേക്ക് കയറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ ചായ, പാട്ടി ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വരില്ലെന്ന്. മിത്ര കോലയിലേക്ക് കയറിയതും കോലായിൽ നിൽക്കുന്ന ഡേവിഡിനെ നോക്കി പറഞ്ഞതും ഡേവിഡ് അവളെ സംശയത്തോടെ നോക്കി. എന്നോട് ഈ ബന്ധം ഉപേക്ഷിച്ച് ചെല്ലാന്? അങ്ങനെ ഞാൻ ചെന്ന എൻ്റെ മുറച്ചിറക്കൻ എൻ്റെ സായി, അവനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന്. അതാ പാട്ടിയുടെ മനസ്സിൽ.
മിത്ര ഡേവിഡിനെ നോക്കി ചിരിയോടെ പറഞ്ഞു. ആഹാ, കൊള്ളാലോ നിന്റെ പാട്ടി. നീ എന്ത് പറഞ്ഞു എന്നിട്ട്? ഡേവിഡ് ചിരിയോടെ ചോദിച്ചു. എന്ത് പറഞ്ഞ് കാണണം, ഈ ചായം പറ. മിത്ര ഡേവിഡ് പറഞ്ഞത് കേട്ട് അവനോട് ചേർന്ന് പിന്നിലേക്ക് കൈകൾ കെട്ടിയെന്ന് കുസൃതിയോടെ ചോദിച്ചു. അതെ, എനിക്കെങ്ങനെ അറിയാനാ? ഡേവിഡും അതേ ചിരിയോടെ പറഞ്ഞതും മിത്രയുടെ മുഖം പേർത്തു. എന്തേ, നീ എന്നെ ഒഴിവാക്കി വരാന്ന് പറഞ്ഞു? അയ്യടാ, അത് ഈ ജന്മം നടക്കില്ലെന്ന് പറഞ്ഞു. പാട്ടി പറഞ്ഞതും കേട്ട് വേണ്ടാത്ത വല്ല ചിന്തയും മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞ മോനെ ഇച്ചായ. ഇല്ലെങ്കിൽ എൻ്റെ ഇന്ന് നാലത് കിട്ടുവേ. ഞാൻ നിങ്ങളെ വിട്ട് പോകാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. ഡേവിഡിന്റെ കവിളിലൊരു കുത്തു വെച്ച് കൊടുത്ത് അതും പറഞ്ഞ് മിത്ര അകത്തേക്ക് ഓടിപ്പോയതും ഡേവി അവൾ പോയ വഴിയെ നോക്കി ചിരിയോടെ റൂമിലേക്ക് നടന്നു. ഇതേ സമയം ദേവർമഠത്തിൽ അയ്യരും മക്കളും ആകാംക്ഷയോടെ കുരിശുമുറ്റത്തേക്ക് പോയവർ കാത്തിരിക്കുകയായിരുന്നു. മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും പൂമുഖത്തേക്ക് ഇറങ്ങി അവരുടെ മുഖം മോഹിനിക്കും പാട്ടിക്കും ഒപ്പം മിത്രയില്ലെന്ന് കണ്ടതും മങ്ങി. മോഹിനി, കുഞ്ഞി വന്നില്ലേ? അയ്യരുടെ ചോദ്യം കേട്ടതും മോഹിനി ഒന്നും മിണ്ടാതെ അയ്യരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി റൂമിലേക്ക് പോയി. അമ്മ, അവൾക്ക് എന്തു പറ്റി? അല്ല, കുഞ്ഞി വന്നില്ല നിങ്ങളുടെ കൂടെ? ഇല്ല, നിങ്ങളുടെ മോൾക്കേ ഒടുക്കത്തെ വാശി. അവൾ ഇനി വീടിന്റെ പടി ചവിടില്ലെന്നാ പറയുന്നത്. അവൾക്ക് അവിടെയുള്ള ആ നസ്രാണികളെ മതി പോലും. പാട്ടി ദേഷ്യത്തിൽ പറഞ്ഞു. നീ ചെയ്തതേ അബദ്ധമായിപ്പോയി. അന്ന് അവളെ കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊന്നും ആകില്ലായിരുന്നു. താൻ പറഞ്ഞത് കേട്ട് അയ്യരുടെ മക്കളുടെ മുഖം വാടിയത് കണ്ട് പാട്ടിയുടെ മനസ്സിലൊരു കുബുദ്ധി തോന്നി. നിനക്കറിയോ, ആ കൊച്ചിന്റെ കാര്യം കഷ്ടം തന്നെയാ. അതിനെ കൊണ്ടാണ് അവിടെയുള്ള സകല ജോലിയും ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ രാജകുമാരിയെ പോലെ ജീവിച്ചള് ഇപ്പൊ ആ വീട്ടിൽ വേലക്കാരിയാ. പാവം കൊച്ച്, പാവം കൊച്ച്. അതിന്റെ കോലം കണ്ടാൽ സഹിക്കില്ല. പാട്ടിയില്ലാത്ത കണ്ണുകളൊക്കെ തുടച്ച് മൂക്ക് വരച്ചു കൊണ്ട് പറഞ്ഞതും അവര് പറഞ്ഞതും അയ്യരുടെയും മക്കളുടെയും മുഖത്ത് കുറ്റബോധവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. ഇനിയും സമയം വൈകിട്ടില്ല. സായിക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണ്. എന്തെങ്കിലും ചെയ്തിട്ട് അവൾ അവരുടെ അടുത്ത് നിന്ന് അകറ്റി സായിക്ക് കൊടുത്താ നമ്മുടെ കുഞ്ഞി അവൻ പൊന്നുപോലെ നോക്കിക്കോളും. അല്ലേലും നമ്മുടെ കൊച്ചു നരകിച്ച് തീരുന്നതേ നമ്മൾ കാണേണ്ടി വരും. അയ്യരുടെയും മക്കളുടെയും മുഖം മാറുന്നത് കടക്കണ്ണിലൂടെ കണ്ട പാട്ടി അങ്ങനെ പറഞ്ഞ് കണ്ണും തുടച്ച് മൂക്കും വലിച്ച് അകത്തേക്ക് പോയി. അപ്പോഴേക്കും അയ്യരുടെയും മക്കളുടെയും ഉള്ളിൽ അവർ കോരിയിട്ട് പോയ കനൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു. അസൈൻമെന്റ് എഴുതാത്തത് ഒറ്റ കാരണം കൊണ്ട് ക്ലാസ്സും കട്ട് ചെയ്ത് മുങ്ങിയതായിരുന്നു മിത്രയും രാധുവും. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞ ദിവസം പാട്ടി വന്ന കാര്യമൊക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു പോകേണ്ടി വരും. ഈ തള്ളയൊന്നും കാല് കാണുന്നില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടി ഇരിക്കുമ്പോൾ കുടുംബം കലക്കാൻ നടക്കുവാ പിശാശ്. മിത്ര പറഞ്ഞത് കേട്ട് രാധു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. രാധു, വേണ്ടട്ടോ, എത്രയൊക്കെ ആയാലും എൻ്റെ പാട്ടിയാണ്. പിന്നെ അവിടെ ഒരു പാട്ടിയല്ല പട്ടി. പട്ടികൾക്ക് പോലും ഇങ്ങനെ ഉണ്ടാവില്ല. രാധു അമർഷത്തോടെ പറഞ്ഞു. അവളോടൊന്നും പറഞ്ഞിട്ട് കാലിലൊന്നും മനസ്സിലാക്കിയ മിത്ര പിന്നെ രാധുവിനോടൊന്നും പറയാൻ പോയില്ല. അല്ല, ഇനി 2 ആഴ്ച കൂടിയല്ലേ കല്യാണത്തിനുള്ളൂ. എന്നാ നീ നാട്ടിലേക്ക് പോകുന്നത്? ഈ ഫ്രൈഡേ പോകണം. പിന്നെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് അങ്ങ് എത്തിക്കൊള്ളണം, കേട്ടല്ലോ? രാധു മിത്രയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. ഓ, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്റെ കല്യാണത്തിന് വരും. വീട്ടിലുള്ളവർ കല്യാണം പറയാനേ ഞാൻ വരുന്നുണ്ടേ. രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് നടന്ന് ലൈബ്രറിയുടെ അടുത്തെത്തിയപ്പോഴാണ് ലൈബ്രറിയുടെ ഒഴിഞ്ഞൊരു ഭാഗത്തിരുന്ന് ഏതോ ബുക്ക് നോക്കുന്ന ഡേവിഡിനെ അവൾ കണ്ടത്. നീ പൊക്കോ, ഞാൻ വന്നോളാം, മിത്ര രാധുവിനെ ഒഴിവാക്കി വിട്ടുകൊണ്ട് പറഞ്ഞു. ബ്രൂട്ടസി, നീ ഇപ്പൊ അങ്ങനെ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ട. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് സൊള്ളാനൊന്നും ഉള്ളതല്ല ഈ കോളേജ്. അതൊക്കെ വീട്ടിൽ വെച്ച് മതി. അതുകൊണ്ട് എൻ്റെ മോള് വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. രാധു മിത്രയെ വിടാതെ പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. കഷ്ടമുണ്ട് രാധു, ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഞാനങ്ങ് വന്നോളാം. രാധുവിനോടായി മിത്ര കെഞ്ചി പറഞ്ഞു. 5 മിനിറ്റ്, അത് കഴിഞ്ഞ് അങ്ങ് എത്തിക്കണം. മിത്രയോട് ഗൗരവത്തിൽ അതും പറഞ്ഞ് രാധു പോയതും മിത്ര പതിയെ ശബ്ദമുണ്ടാകാതെ പമ്മി ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കയറി ശബ്ദമുണ്ടാകാതെ ഡേവിഡിന്റെ പിറകിൽ ചെന്ന് അവന്റെ കണ്ണുകൾ കുത്തി. ക്ലാസ് ടൈം ആയതുകൊണ്ട് അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ദേവ, എന്നതാ ഇത്? ഡേവിഡ് മിത്രയുടെ കൈകൾ എടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും മിത്രയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. എങ്ങനെ മനസ്സിലായി ചായ ഞാനാണെന്ന്? മിത്ര ഡേവിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവന്റെ ഷോൾഡറിൽ മുഖം വെച്ചുകൊണ്ട് ചോദിച്ചു. നീ അല്ലാതെ ആരാ കൊച്ചേ ഇതുപോലെ എൻ്റെ അടുത്തേക്ക് വരാൻ? ഡേവിഡ് കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. അപ്പൊ അറിയാല്ലേ ഞാനെങ്ങനെ വരുള്ളൂന്ന്? മിത്ര ചിരിയോടെ അവന്റെ കവളിൽ കവിളിട്ട് കൊണ്ട് ചോദിച്ചു. അല്ല, നീ എന്നതാ ഇവിടെ? ക്ലാസ്സില്ല നിനക്ക്? ഡേവിഡിന്റെ ചോദ്യം കേട്ടതും മിത്രയൊന്ന് പതുങ്ങി. ഈ ഇച്ചായൻ, നിങ്ങൾ ഇങ്ങനെ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചി ആയിപ്പോയല്ലോ. മിത്ര ദേശത്തിൽ ഡേവിഡിന്റെ മടിയിൽ കയറിയിരുന്ന അവനെ ചുറ്റിപ്പിടിച്ച് ഡേവിഡ് കവിളിലായി പല്ലുകളായി കൊണ്ട് പറഞ്ഞു. ആ ദേവാ, ഇത് കോളേജാ, ആരെങ്കിലും വരും, നീ പോയേ. ഡേവിഡ് മിത്രയെ തന്റെ മടിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ,
ആര് വന്നാലും കണ്ടാലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ കൂടെ ഇരിക്കുന്നത്, അല്ലാതെ കണ്ണി കണ്ടമാടെ കൂടിയെന്നല്ല. മിത്ര ഡേവിഡിന്റെ മുഖത്ത് മുഴുവൻ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദേവ വേണ്ട, എഴുന്നേറ്റ് പോയി. മിത്ര അവൻ്റെ ആദരങ്ങൾ ലക്ഷ്യം വെച്ച് മുഖം അടുപ്പിച്ചതും ഡേവിഡ് മുഖം പിന്നിലേക്കാക്കി പറഞ്ഞു. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ശരിക്കും നിങ്ങളെ ഒരു അൺറൊമാൻറ്റിക് മൂരാജ് തന്നെയാണ്. മിത്ര ഡേവിഡിനെ നോക്കി മുഖം പ്രീപിച്ചുകൊണ്ട് പറഞ്ഞു. മിണ്ടാതെ ക്ലാസ്സിൽ പൊടി. ഡേവിഡ് മിത്രയുടെ മുഖം കണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു വെച്ച് ഗൗരവത്തിന്റെ മുഖം മൂടി കണിഞ്ഞ് മിത്രയെ നോക്കി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു. ഞാൻ പോവാ, ഇനി ദേവാ കോവാന്ന് വിളിച്ചോണ്ട് പോവാ, മിണ്ടത്തില്ല ഞാൻ. മിത്ര ഡേവിയെ നോക്കി കെറുവോടെ പറഞ്ഞ് മുഖവും വീർപ്പിച്ച് ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയതും ഡേവിഡ് ചിരിയോടെ മുന്നിലുള്ള ബുക്കിലേക്ക് മുഖം പൊഴുത്തി. മിത്ര ക്ലാസ്സിലെത്തുമ്പോഴേക്കും ധ്യാൻ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരുന്നു. സാർ. മിത്ര കട്ടിലപ്പടിയിൽ കൈകുത്തുള്ളിലേക്ക് തലയിട്ട് ക്ലാസ് എടുക്കുന്ന ധ്യാനെ വിളിച്ചു. എവിടെ പോയതായിരുന്നു മിത്ര താൻ? ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായല്ലോ.